നമസ്കാരം. തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. ഇന്നിപ്പോൾ തിരുവല്ല ശ്രീ വല്ലഭ സ്വാമി ക്ഷേത്രത്തിലാണ്. അതിവിശേഷപ്പെട്ട അതിബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയമാണ്. വളരെയേറെ ഐതിഹ്യങ്ങൾ കൊണ്ടും ചടങ്ങുകളുടെ വൈശേഷ്യത കൊണ്ടും പേരുകേട്ട ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഇതിലൂടെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം. ശ്രീ വല്ലഭസ്വാമിയുടെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്ക് വീഡിയോയുടെ സമ്പൂർണ്ണ ക്ഷേത്രചരിത്രത്തിലേക്കും ഐതിഹ്യത്തിലേക്കും കടക്കാം. മണിമലയാറിൻ തീരത്ത് മഹിമ നിറഞ്ഞ തീർത്ഥമൊരു മല്ലികാവനത്തിൽ ദിവ്യപ്രഭ തെളിഞ്ഞു നിൽക്കും സത്യധാമം. ഭക്തഹൃദയങ്ങളിൽ ഭക്തി വിരിക്കുന്ന ശ്രീ വല്ലഭൻ, ചക്രപുരിയിൽ ചക്രധാരി, ദർശനം നൽകുന്ന കരുണാനിധി. നമസ്കാരം. തീർത്ഥയാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനവും വിശിഷ്ടവുമായ മഹാക്ഷേത്രങ്ങളിലൊന്നായ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രമാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ക്രിസ്തുവിന് മുമ്പ് 59 നിർമ്മിക്കപ്പെട്ടതായി വിശ്വസിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയതും പഴക്കമേറിയതുമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ വല്ലഭസ്വാമി അഥവാ മഹാവിഷ്ണുവാണ്. വിരാട് പുരുഷ സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ശ്രീ സുദർശന മൂർത്തി അഥവാ ചക്രത്താഴ്വാർ ഇവിടെ മറ്റൊരു പ്രതിഷ്ഠയായിട്ടുണ്ട്. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, വരാഹമൂർത്തി, വേദവ്യാസൻ, ദുർവാസാവ്, നാഗദേവതകൾ, കുരയപ്പസ്വാമി തുടങ്ങിയവരുമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അതുല്യ വിശേഷം കേരളത്തിൽ നിത്യവും കഥകളി നടക്കുന്ന ഏക ക്ഷേത്രമാണ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം, വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം, ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർ ധ്യാനഗമ്യം, വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം, ശാന്തസ്വരൂപൻ വല്ലഭൻ, ചക്രധാരിയും ചിന്താമണി, ഭക്തജനങ്ങൾക്ക് ആശ്രയം നൽകുന്ന അനന്താനന്ദം നൽകുന്ന ഭഗവാൻ. നമുക്ക് ഇവിടുത്തെ ഐതിഹ്യം ഒന്ന് പരിശോധിക്കാം. മല്ലികാവനം എന്ന ഗ്രാമം ദുഷ്ടനായ അസുരൻ തുകലൻ ഭരിച്ചിരുന്ന കാലം. വിഷ്ണു ഭക്തരെ പീഡിപ്പിച്ചിരുന്ന തുകലിനെ ഭഗവാൻ സ്വയം ബ്രഹ്മചാരിയായി അവതരിച്ചു സുദർശന ചക്രം പ്രയോഗിച്ച് നിഗ്രഹിച്ചു. ആ ചക്രം കഴുകിയ സ്ഥലത്ത് ചക്രക്ഷാളന കടവ് എന്ന് ഇന്നും അറിയപ്പെടുന്നു. തുടർന്ന് ഭഗവാൻ ശങ്കരമംഗലത്തമ്മയുടെ പുത്രനായി വാസം ചെയ്തു. ഇന്നും ഈ ക്ഷേത്രത്തിൽ അതിന് ഓർമ്മപ്പെടുത്തലായി ചടങ്ങുകളുണ്ട്. പാളനമസ്കാരം ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പാളനമസ്കാരത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ പടറ്റിപ്പഴ നിവേദ്യം ഇവയൊക്കെ ഇപ്പോഴും ഇതിൻ്റെ ഓർമ്മകൾക്കായി തുടർന്ന് ചെയ്തു വരുന്നു. ഇനി ശ്രീവല്ലഭ പ്രതിഷ്ഠയുടെ കഥയൊന്ന് പരിശോധിക്കാം. ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് ഗരുഡന്റെ അരുളപ്പാടനുസരിച്ച് നേത്രാവതി നദിയിൽ നിന്നുള്ള ഒരു ദിവ്യ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നു. വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ സംഭവിച്ച അത്ഭുതം സ്വയം ഭഗവാൻ പ്രതിഷ്ഠിതനായി എന്നാണ്. ദുർവാസാവ് മഹർഷി ഇന്നും രാത്രി പൂജയ്ക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നു. ക്ഷേത്രം നിർമ്മിതിയുടെ കാര്യത്തിൽ അത്ഭുതമായിട്ടുള്ള ശില്പകലാ വിധാനമാണ്. 8 ഏക്കർ വിസ്തൃതമുള്ള മതിലകം, 160 അടി ചുറ്റളവുള്ള വൃത്ത ശ്രീകോവിൽ, 65 അടി ഉയരമുള്ള ഗരുഡമാടത്തറ, അതും ഒറ്റക്കല്ലിൽ തീർത്തത്. ഭീമാകാരമായിട്ടുള്ള ആനപ്പള്ള മതിൽ, ഏകദേശം 562 അടി നീളമുള്ളതാണ് ഈ മതിൽ. ഗർഭഗൃഹത്തിലാകട്ടെ കിഴക്ക് ദർശനമായി ശ്രീവല്ലഭസ്വാമിയും പടിഞ്ഞാറ് ദർശനമായി സുദർശനമൂർത്തിയും വിരാജിക്കുന്നു. കഥകളി ഇവിടെ നിത്യ വഴിപാടായി നടക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ദിവസവും കഥകളി നടക്കുന്ന ഏക ക്ഷേത്രം. കണ്ണു നിറയും കലയാം കഥകളി, കണ്ണൻ വേഷത്തിൽ വല്ലഭനെ കാണാം. ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ തുകലാസുരവധം,
ശ്രീ വല്ലഭചരിതം, ശ്രീ വല്ലഭ വിജയം എന്നിവയൊക്കെയാണ്. ഇവിടുത്തെ നിത്യപൂജകളും വഴിപാടുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. 5 പൂജയും 3 ശീവേലികളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. പാളയിലെ ചോറ് ഇവിടുത്തെ പ്രധാന നിവേദ്യമാണ്. കൂടാതെ പടറ്റിപ്പഴം വിശേഷ വഴിപാടാണ്. പുരുഷനാരായണ പൂജയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടുത്തെ ഉത്സവങ്ങൾ കുംഭമാസത്തിലാണ്. കുംഭമാസത്തിൽ കൊടിയേറ്റുത്സവവും, മീനത്തിൽ ഉത്രശിവേലിയും, ചിങ്ങത്തിൽ അഷ്ടമിരോഹിണിയും, മേടമാസത്തിൽ വിഷുവും ഇവിടെ പ്രധാനമാണ്. ഉത്രശ്രീബലി ദേവീദേവന്മാരുടെ സംഗമത്താൽ പ്രസിദ്ധമാണ്. അഞ്ചീശ സംഗമം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അഞ്ചീശ സംഗമവും ഇവിടുത്തെ ചടങ്ങുകളുമൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചിത്രീകരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. അത്യപൂർവമായിട്ടുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്ന ദൈവിക സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. 1968 വരെ ഇവിടെ സ്ത്രീകൾക്ക് നിയന്ത്രിത പ്രവേശനമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അന്നത്തെ വിശിഷ്ട ഒരു ചടങ്ങായിരുന്നു കാട്ടാളവേഷം. ഇപ്പോൾ അതില്ല. ഗോളക ചാർത്തിയ ദർശനം ഇവിടുത്തെ വിശേഷ ദർശനമാണ്. ഇവിടുത്തെ ചരിത്രപരവും സാംസ്കാരിക പ്രാധാന്യത്തെയും ഒന്ന് പറയാം. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായി ആഴ്വാന്മാർ പാടിപ്പുകഴ്ത്തിയ ക്ഷേത്രമാണിത്. 4000 ദിവ്യ പ്രബന്ധങ്ങൾ, സ്തുതികൾ ഒക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. പഴയ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു തിരുവല്ല. തിരുവല്ലശാല എന്നത് പ്രസിദ്ധമായിരുന്നു. ആയുർവേദശാലയും ഇവിടെ നിലനിന്നിരുന്നു. തിരുവല്ലാവാസി വല്ലഭ, തിരുനാമം കേൾക്കുമ്പോൾ ഹൃദയം പൂത്തു. ചക്രധാരിയായ നാഥ, എന്നിൽ ചാരിതാർത്ഥ്യം നൽകിയിടണേ. നമസ്കാരം. നക്ഷത്രവൃക്ഷം പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴുണ്ട്. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് ജനിച്ച സമയമൊന്നും കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ നക്ഷത്രം അറിയണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഏകദേശം അവരുടെ രാശി അറിയാവുന്നവരാണെങ്കിൽ ആ രാശി പ്രകാരമുള്ള വൃക്ഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ആ വൃക്ഷത്തെ തൊഴുത് പ്രാർത്ഥിച്ച് വൃക്ഷത്തിൻ്റെ അനുഗ്രഹം വാങ്ങാവുന്നതാണ്. ഇവിടെ നക്ഷത്രവൃക്ഷത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വൃക്ഷങ്ങൾ പലയിടത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഏഴിലമ്പാല, ഇത് ഇലഞ്ഞി, അങ്ങനെ പലയിടത്തായിട്ട് വൃക്ഷങ്ങളുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ അതിൽ പേരൊന്നും എഴുതി വച്ചിട്ടില്ല. കണ്ടെത്തി തൊഴുത് പ്രാർത്ഥിക്കുക. ചക്രം കയ്യിൽ കരുണ നിറഞ്ഞു, വല്ലഭൻ കാവൽ നിൽക്കും നിത്യവും. ഭക്തഹൃദയം നിറയ്ക്കുന്ന ദർശനം തിരുവല്ലയിൽ കിട്ടും നിത്യം. ഈ ദിവ്യയാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർത്ഥയാത്ര എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആത്മീയ യാത്രകൾക്കായി നിത്യം വീഡിയോകൾ കാണുക. ഹരേ നാരായണ, ശ്രീവല്ലഭ നമോസ്തുതേ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ശുഭദിനം.